Hello everyone, welcome back to our YouTube channel Knowledge Junction Learn with Sweetie. ക്ഷേത്രങ്ങൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ സംസ്കാരത്തെ ഇത്രയധികം സമ്പന്നമാക്കുന്നതിൽ ക്ഷേത്രങ്ങൾ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലെ ജൈനക്ഷേത്രത്തെക്കുറിച്ചും അവിടുത്തെ വിശേഷങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ബത്തേരി ജൈനക്ഷേത്രത്തെക്കുറിച്ച് ഒരാമുഖം. കേരളത്തിലെ പുരാതന കാലത്തെ ജൈനമത സ്വാധീനത്തിന് തെളിവായി കേരളത്തിലെമ്പാടും ചിതറിക്കിടക്കുന്ന പല ജൈനക്ഷേത്ര അവശിഷ്ടങ്ങളുമുണ്ട്. ഇവയിൽ ഏറെ പ്രധാനമാണ് വയനാട് ജില്ലയിലെ ബത്തേരി ജൈനക്ഷേത്രം. 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഈ ക്ഷേത്രം ഹിന്ദു ക്ഷേത്രമായും പിന്നീട് വലിയൊരു വാണിജ്യ കേന്ദ്രമായും ഒടുവിൽ ടിപ്പു സുൽത്താൻ്റെ ആയുധ സൂക്ഷിപ്പ് കേന്ദ്രമായി വർത്തിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ക്ഷേത്രത്തിൻ്റെ ഘടനയെക്കുറിച്ച് നമുക്ക് നോക്കാം. കരിങ്കല്ലിൽ പണി ചെയ്തതും മതിൽക്കെട്ടുള്ളതുമായ ഒരു ക്ഷേത്രത്തിൻ്റെ നല്ല മാതൃകയാണിത്. ഗർഭഗൃഹം, അന്തരാള, അടച്ചുകെട്ടിയ മഹാമണ്ഡപം, മുഖമണ്ഡപം, കേരള ശൈലിയിൽ വേറിട്ട ഒരു നമസ്കാര മണ്ഡപം എന്നിവ അടങ്ങിയതാണ് ഈ ക്ഷേത്രം. ശ്രീകോവിൽ ചതുരാകൃതിയിലാണ്. വിഗ്രഹം കാണപ്പെടുന്നില്ല. എന്നാൽ ഗർഭഗൃഹത്തിൻ്റെ ലലാസ്ബിംബത്തിലും അടച്ചുകിട്ടിയ മഹാമണ്ഡപത്തിലും ജൈനരുടെ ദേവപ്രതിമകളുണ്ട്. ഇവ ചതുരാകൃതിയിലുള്ള ചട്ടക്കൂടിനുള്ളിൽ പത്മാസനത്തിൽ ധ്യാനമുദ്രയോടെ വിരാജിക്കുന്നു. വാതിൽ പാളികൾ വ്യത്യസ്ത ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ശ്രീകോവിലിന് പുറത്ത് തൂണുകളോട് കൂടിയ ഒരു പ്രദക്ഷിണ പഥവുമുണ്ട്. അടച്ചുകെട്ടിയ മഹാമണ്ഡപത്തിൽ 2 വരികളിലായി 4 തൂണുകളുണ്ട്. മഹാമണ്ഡപത്തിന് മുൻപിലാണ് മുഖമണ്ഡപം. അതിൽ 2 വരികളായി 6 തൂണുകളുണ്ട്. ചതുരാകൃതിയിലുള്ള തൂണുകളുടെ മധ്യഭാഗം 16 തലങ്ങളായി ചെത്തിയിരിക്കുന്നു. പുഷ്പാകൃതിയിലും സർപ്പബന്ധങ്ങളും ഹാരങ്ങളും വജ്രപ്രതീകങ്ങളും തീർത്ഥങ്കരാകൃതികൾ കൊണ്ടും ഹംസങ്ങൾ കൊണ്ടും അവ അലങ്കരിച്ചിരിക്കുന്നു. പടികൾ ചവിട്ടിയാണ് തൂണുകൾ നിറഞ്ഞ മുഖമണ്ഡപത്തിൽ കയറുന്നത്. അതിൻ്റെ കൈവരികൾ വ്യാളി രൂപങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ജൈനമന്ദിരത്തിന് മുൻഭാഗത്തായി ചതുരാകൃതിയിലുള്ളൊരു കിണറുണ്ട്. ഈ കിണറിലൂടെ ഒരു തുരങ്കം കടന്നു പോകുന്നു. ആ തുരങ്കം മൈസൂർ വരെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. 1921 ഭാരത സർക്കാർ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിച്ച ഈ ജൈനക്ഷേത്രം കേന്ദ്ര പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണയിലാണ്. ഇനി നമുക്ക് ജൈനക്ഷേത്രത്തെക്കുറിച്ചുള്ള ചില ചിത്രങ്ങൾ കാണാം. ഇതാണ് നേരത്തെ പറഞ്ഞ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ മുഖമണ്ഡപം. പ്രദക്ഷിണ വഴികളാണ് നമ്മൾ കാണുന്നത്. ക്ഷേത്രത്തിന് ചുറ്റും കൽത്തൂണുകളുണ്ട്. കൽത്തൂണുകളിൽ ഓരോ പ്രതിമകൾ അനാവരണം ചെയ്തിട്ടുണ്ട്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുഖമണ്ഡപം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.